നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ തിരക്കുകൾ കൊണ്ടാണ്. പലരും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ. അങ്ങനൊന്നും അല്ല, ചെറിയ തിരക്കുകൾ വന്നതുകൊണ്ടാണ്, ഒന്ന് മനസ്സിലാക്കുക. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എല്ലാ ചക്രാസിൻ്റെയും അഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ചെയ്തു തരും. പക്ഷേ എനിക്ക് കുറച്ച് സമയം നിങ്ങൾ തരണം. കാരണം എല്ലാ ചക്രാസും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ചക്രാസായിട്ട് പറഞ്ഞു തരുന്നത്. പലരെയും പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, വീഡിയോസ് കണ്ടിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും വായിച്ചൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഈ വീഡിയോസൊക്കെ ചെയ്തു തരുന്നത്. സോ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും തെറ്റ് വരാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് ടൈം എടുക്കുന്നത്. പിന്നെ എനിക്ക് അത്യാവശ്യം ഹീലിംഗ് ഒക്കെ ഉള്ളൊരു ആളാണ് ഞാൻ. പിന്നെ വീട്ടിലതായ തിരക്കുണ്ട്. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുള്ളതും അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്തു തരാനുള്ള ഇത്രയും ഡിലേ വരുന്നത്. അതൊന്ന് മനസ്സിലാക്കുക, ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മാസത്തെ ഗ്രൂപ്പ് ഹീലിംഗ് വീഡിയോനെ പറ്റിയിട്ടുള്ളൊരു അനൗൺസ്മെൻ്റാണ്. നമ്മളെല്ലാ മാസവും ഗ്രൂപ്പ് ഹീലിംഗ് ചെയ്യാറുണ്ട്. ഓരോ മാസം ഓരോ തരത്തിലുള്ള ഹീലിംഗാണ് വെക്കാറ്. മണി റിലേറ്റഡ് വെച്ചിട്ടുണ്ട്, വൂം ഹീലിംഗ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വച്ചത് എനിക്ക് തോന്നുന്നു മെയ് മാസം ആയിരിക്കണം. ഏപ്രിൽ മാസം ആ ഒരു ടൈമിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ആദ്യം വെക്കുന്നത് മണി റിലേറ്റഡ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ചക്ര ഹീലിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ചക്ര ഹീലിംഗ് ഒന്നും വച്ചിട്ടില്ല. പിന്നെ വൂം ഹീലിംഗ് വെച്ചു. മണി ഹീലിംഗ് തന്നെ ഇടയ്ക്കിടെ വയ്ക്കാറുണ്ട്. അപ്പം ഈ ഒരു മാസം ചക്ര ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 7 മേജർ ചക്രാസും ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യുന്ന 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഹീലിംഗ് വെച്ചിട്ടുള്ളത് വൂം ഹീലിംഗ് മാത്രമാണ്. ബാക്കിയുള്ള ഹീലിംഗ് എല്ലാം നമ്മൾ ഒറ്റ ദിവസത്തെ ഹീലിംഗ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മാസം 21 ദിവസം നീണ്ടു നിൽക്കുന്ന ചക്ര ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. 7 മേജർ ചക്രാസും ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യുന്ന ഹീലിംഗ് സെക്ഷനാണ്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ചെറിയൊരു പേയ്മെൻറ്റും വച്ചിട്ടുണ്ട്. 21 ഡേയ്സിനും കൂടെ ചേർത്തിട്ട് 500 റുപ്പീസാണ് വാങ്ങിക്കുന്നത്. സോ താല്പര്യമുള്ള ആളുകൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ നിരന്തരമായിട്ട് വീഡിയോസിൽ മെയിലിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ചില ആളുകൾക്ക് നിങ്ങളുടെ നമ്പറും പേരും വെക്കാൻ വിട്ടു പോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് ഹീൽ വെക്കുന്ന സമയത്ത് ചെറിയൊരു ചോദ്യം പോലെ അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസിൽ ഗ്രൂപ്പ് ഹീലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്നും പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചിട്ട് നിങ്ങളങ്ങ് പോവും. സോ അതാരാണ്, നിങ്ങളുടെ പേര് എന്താണ്, നിങ്ങളുടെ നമ്പർ എന്താണെന്ന് ചോദിച്ച് ഞാൻ വീണ്ടും അയക്കേണ്ടി വരുന്നത് ഗ്രൂപ്പ് ഹീലിംഗ് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക. കാരണം ഒരുപാട് പേര് ഒരേ സമയം മെയിൽ അയക്കണുണ്ടാവും. ഒരു ദിവസം തന്നെ എങ്ങനെയായാലും 10-20 കൂടുതൽ മെയിൽ വരും. അപ്പോൾ നമുക്ക് എല്ലാവരെയും വിളിക്കാനുള്ളൊരു സമയം, ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യമുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്, അതിനോടൊപ്പം എൻ്റെ സെൽഫ് ഹീലിംഗ്, അത് കൂടാണ്ട് അറ്റോൺമെൻറ്റ്സ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലാണ് നിങ്ങൾക്കുള്ള കോൾസിന് ഞാൻ റിപ്ലൈ തരുന്നത്. അപ്പം പുതിയ ആൾക്കാരെ വിളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മെയിലൊക്കെ അയച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം എടുത്ത് അവരുടെ അടുത്ത് സംസാരിക്കേണ്ടി വരും. കാരണം അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് കേട്ടതിന് ശേഷമാണ് ഏത് തരം ഹീലിംഗ് ആണ് വേണ്ടത്. ഇനി മണി ഹീലിംഗ് ആണോ അതോ റേക്കിയാണോ കൊടുക്കേണ്ടത്, റേക്കിയിൽ തന്നെ ഏതാണ് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടി വരും. എൻ്റെ അടുത്ത് മെയിൽ അയച്ച് സംസാരിച്ച ആളുകൾക്ക് മനസ്സിലാവും ഞാൻ അവർക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഗ്രൂപ്പ് ഹീലിംഗ് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വരും.
ഒരുപാട്. അപ്പം നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് എല്ലാവരെയും സംസാരിക്കാനും എല്ലാവരുടെ അടുത്തും അവരുടെ ഇഷ്യൂസ് ചോദിച്ചറിയാനുള്ളൊരു സമയം ഞാൻ കണ്ടെത്തലാണ്. അപ്പം നിങ്ങൾ നമ്പർ അയക്കാതിരിക്കുമ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തന്നോ, അതിനുശേഷം വീണ്ടും നിങ്ങൾ റിപ്ലൈ തന്നോ, ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ സമയം പോവും, 2 പേരുടെ സമയവും പോവും. അതുകൊണ്ട് മെയിൽ അയക്കുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങളുടെ പേരും നമ്പറും വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. കാരണം ഗ്രൂപ്പ് ഹീലിംഗ് റിലേറ്റഡ് ആയിട്ട് 1, 2, 3 വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലരും പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് റിലേറ്റഡ് ആയിട്ട് മാത്രമായി പോകരുത്, കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടെന്ന്. നിങ്ങൾ സംശയം ചോദിക്കുമ്പോഴാണ് എനിക്കത് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 28-നാണ്, 28-ാം തീയതി, ഈ ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ചയാണ് ഹീലിംഗ് ഉദ്ദേശിക്കുന്നത്. സമയം വരുന്നത് രാത്രി 10 മണിക്കാണ്. സോ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന രീതിയിലാണ് രാത്രി 10 മണി വെച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് രാത്രി 10 മണി പറയുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ, അതായത് 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഹീലിംഗ് ആണ്. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ഓഡിയോ അയച്ചു തരികയാണ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പിൽ ഓഡിയോ അയച്ചു തരും. ആ ഓഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹീലിംഗ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷനും അതുപോലെ നിങ്ങൾ ഏത് രീതിയിലാണ് ഇരിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ നിർദ്ദേശങ്ങളും ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് തന്നെ വാട്സപ്പിൽ ഞാൻ അയച്ചു തരും. ഹീലിങ്ങിന് മുൻപ് നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഹീലിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണത് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ ഒരു നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടാവും. അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് പിന്നെയും ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റായിട്ട് ആൻസർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു തരുന്നത്. സോ സെപ്റ്റംബർ 28-ന് രാത്രി 10 മണിക്ക് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അന്ന് തൊട്ട് നീണ്ടു നിൽക്കുന്നത് 21 ദിവസത്തേക്കുള്ള ഹീലിംഗ് സെക്ഷനാണ്. സോ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഡേ കഴിയുന്നത്ര ആളുകൾക്ക് ആ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ വാട്സപ്പിൽ അയച്ചു തരും. മെയിൽ അയക്കുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ പേര് നമ്പർ വെക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഫീസിൻ്റെ കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നും കൂടി പറഞ്ഞു തരുന്നതാണ്. 500 റുപ്പീസാണ് ഫീസ് വരുന്നത്. 21 ദിവസത്തേക്കും കൂടിയിട്ടുള്ള പേയ്മെൻറ്റാണ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ ദയവായി എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യാൻ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹീലിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്കും ചൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പീരിയഡ്സ് ആണെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹീലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇനി ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. കാരണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ വെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമാധാനം, നമുക്ക് എല്ലാ തലത്തിലുള്ള ഉയർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ ചക്രാസും കൂടെ നമ്മൾ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യുന്നത്. സോ ആ സമയത്ത് ഒരു ഹീലർ എന്ന നിലയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് തരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണ് എന്നൊരു തോട്ടോടുകൂടി നിങ്ങളുടെ ഭാഗത്തു നിന്നും 100% സഹകരണം ഉണ്ടായാൽ എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്. സോ മാക്സിമം ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാം. ഏത് പ്രായക്കാർക്കും അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. യാതൊരു തരത്തിലുള്ള ഒരു പഥ്യമോ കാര്യമോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നത് ആണ്. ഏത് പ്രായക്കാർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
മറ്റൊരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ ചക്രാസ് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. അതും കൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഈ ഹീലിംഗ് തുടങ്ങിയതിന് ശേഷം ആങ്കർ ഇഷ്യൂസ് എന്താ പറയുക കൂടുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കടം വല്ലാണ്ട് കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും പുറത്തോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് ഉണ്ടായ ഹെൽത്ത് ഇഷ്യൂസും ഇമോഷണൽ ഇഷ്യൂസൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. 21 ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് റേക്കി തന്നെ ഇതെല്ലാം ഹീൽ ചെയ്ത് തരും. ഇനി മറ്റൊരു കാര്യം, കംപ്ലീറ്റ് ക്ലെൻസിങ് നടക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ഓരോ ചക്രാസും ക്ലെൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് വേണ്ടാത്ത, അതുപോലെ തന്നെ നമ്മുടെ ശരീരം പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സും കൂടി ഇവിടെ നടക്കുന്നതാണ്. സോ ചില ആളുകൾക്ക് ലൂസ് മോഷൻ ഉണ്ടാവാം. അതുപോലെ ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് ഇറഗുലർ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇറഗുലർ എന്ന് പറയുന്നത് ആ ഒരു മാസം സ്റ്റോപ്പ് ആവും അങ്ങനെയല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഇനി പീരീഡ്സിന് ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, അതായത് നോർമലി 2-3 മാസമൊക്കെ ചേർന്ന് കൂടുമ്പോഴാണ് പീരീഡ്സ് ആവുന്നത്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു മാസം കൃത്യമായിട്ട് പീരീഡ്സ് വന്ന് തുടങ്ങുന്നതായിരിക്കും. ഇനി പെയിനുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സിവിയറായിട്ട് അത് സ്റ്റോപ്പ് ആവാം. അതായത് പീരീഡ്സിൻ്റെ പെയിൻ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം, ഇപ്പോൾ കോൾഡ്, ആസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പെട്ടെന്ന് സിവിയർ ആവുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അത് ക്ലിയറായി പോകുന്നതുമാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യകതയില്ല. കാരണം കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യുന്നതാണ്. റേക്കി ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള എല്ലാം പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മളെ പൂർണ്ണമായും റേക്കി ക്ലെൻസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പേടിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ച് ടെൻഷനോട് കൂടിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഹീലിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. വളരെ കൂൾ ആൻഡ് കാമായി ഇരുന്നുകൊണ്ട് റേക്കിയെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹീലിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. സോ ഏകദേശം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുള്ള ആളുകൾ വീണ്ടും മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ നിങ്ങൾ ഓഡിയോ അയച്ചാൽ മതി. സോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നമ്പറും മെയിൽ ചെയ്യുക. അതല്ല എൻ്റെ നമ്പർ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഓഡിയോ അയച്ചാലും മതി. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.